അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ബാക്കിയാണ് കേട്ടോ. ആ വീഡിയോക്ക് ലെങ്ത് വന്നാണ് ഞാൻ നിങ്ങളെ കുറച്ച് തൊട്ടിട്ട്. അപ്പോൾ ഇന്നലെ യാത്രാ വ്ലോഗിൻ്റെ അപ്പോൾ എടപ്പാൾക്ക് ഉള്ള വണ്ടിയിലാണ് കുറ്റിപ്പുറം എടപ്പാൾ. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറത്തേക്കാണ്. അപ്പോൾ കുറ്റിപ്പുറം എത്തിയിട്ടില്ല. പുത്തനത്താണി, കോട്ടക്കൽ, വളാഞ്ചേരി, കുറ്റിപ്പുറം ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളാഞ്ചേരി ഭാഗമാണ്. ഇപ്പോൾ വളാഞ്ചേരി കുറ്റിപ്പുറം ഒന്നും മനസ്സിലാവില്ല അല്ലേ. അതിലാണ് റോഡ് വികസനമൊക്കെ വിശാലമായിട്ട് ഭൂമി നീണ്ടു നിരന്ന് കിടക്കല്ലേ. ഈ സ്ഥലങ്ങളൊക്കെ ഏത് ഏരിയ എന്ന് പോലും എനിക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ. വെട്ടിച്ചിറ ഇങ്ങനെ ഒരു ഭാഗം തന്നെ മനസ്സിലാവുന്നില്ല. അപ്പം അത്രയും മാറ്റം വന്നിട്ടുണ്ട് നമ്മളങ്ങനെ. ഇത് വെട്ടിച്ചിറ ഭാഗമാണ് പോകുന്നത്. അറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഭാഗത്തുള്ള ആരെങ്കിലൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യണം. ഈ ഭാഗങ്ങൾ മനസ്സിലാവണേ ഇല്ല. പൈകണ്ണൂർ, മൂടാൽ ഒന്നും മനസ്സിലാവണില്ല. മൂടാലെത്തിയാലൊന്നും പറയാൻ കഴിയുന്നില്ല. പണ്ടത്തെ വഴിയൊന്നല്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവണേ ഇല്ല. മൂടാൽ ഭാഗം, പൈകണ്ണൂർ, മൂടാൽ, വളാഞ്ചേരി ഏതൊന്നും മനസ്സിലാൻ പറ്റാത്ത രീതിയിൽ അന്നൊക്കെ അറിയായിരുന്നു. കണ്ടാൽ പോലും മനസ്സിലാവണില്ല. ഏത് എവിടെ എത്തിയെന്ന് അറിയില്ല. ആദ്യമൊക്കെ ഇങ്ങനെ നമുക്കറിയാം എല്ലാ റോഡും വളവും തിരിഞ്ഞൊക്കെ ഒന്നാകെ വെട്ടിത്തോർത്ത് എന്താക്കി വെച്ചിരിക്കുന്നു ഒന്നും മനസ്സിലാവണേ ഇല്ല. ഒരു 3-4 വർഷം ഗൾഫിൽ പോയി നിന്ന ആൾ തിരിച്ചു മനസ്സിലാവുന്നുണ്ടോ. നമ്മൾ കുറ്റിപ്പുറത്തൊക്കെ എത്താനായിട്ടുണ്ട്. പെട്ടെന്ന് എത്തും ഇപ്പോൾ കുറ്റിപ്പുറം. അപ്പോൾ റെയിൽവേ മേൽപ്പാലാണ് കേട്ടോ. അത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് കയറുന്ന പാലാണിത്. മനസ്സിലാവണേ ഇല്ല. മനസ്സിലാക്കാനേ കഴിയുന്നില്ല. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കുറ്റിപ്പുറം അങ്ങടിയിൽ കടയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തൃശ്ശൂർ റോഡാണ്. റോഡ് ഉണ്ടല്ലേ. പിന്നെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടോ 3 ഭാഗം തിരിഞ്ഞ വഴിയാണിത്. കുറ്റിപ്പുറം സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അറിയാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലേ. കാസർഗോഡ് അവിടെയൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങൾ അറിയുന്നവർക്ക് എന്താ ഇത്ര കാണാനുള്ളതെന്നൊക്കെ ചിന്തിക്കണം. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ അറിയാത്തവർക്ക് കാണുമ്പോൾ അതൊരു കാഴ്ച ഉണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കാസർഗോഡ്, തിരുവനന്തപുരം അങ്ങനെ കുറേ കണ്ണൂരൊക്കെ ഉള്ളവർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കമൻ്റൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടാകും. അത് കുറ്റിപ്പുറം പമ്പിൻ്റെ അതേനെ. പിന്നെ തിരുനാവായ റോഡിന് കയറിയിട്ട് അവിടുന്ന് വീണ്ടും തിരിയാണ് കേട്ടോ സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഈ തിരിഞ്ഞത് തിരുനാവായക്ക് പോകുന്ന റോഡാണ് കേട്ടോ. തിരൂർ തിരുനാവായ ബസ് ഉണ്ടല്ലേ. അത് ഇനി അതാ വണ്ടി പോകണം. അത് കൂടെ കയറി കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ കണ്ടോ. ബസ് സ്റ്റാൻഡിലോട്ടാണ് കയറി. അപ്പോൾ ഇവിടെ കുറ്റിപ്പുറത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടോ ബസ് കയറി പോവുക. ഇവിടെ ഒരു പമ്പുണ്ട്. അപ്പോൾ ഇതിലൂടെ അങ്ങ് സ്റ്റാൻഡിലോട്ട് കയറും. അവിടെ കയറുന്നിടത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ റോഡിൽ ഞാൻ കാണിച്ചു തരട്ടോ. അപ്പോൾ ഈ സ്ഥലമൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സ്ഥലമൊക്കെ അറിയുന്നവരുണ്ടാവും. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് കുറ്റിപ്പുറം സ്റ്റാൻഡ്. ഇവിടെ സൂറത്ത് മെഡിക്കൽ സൂറത്ത് സ്റ്റേഷൻ കണ്ടിട്ട്
പിന്നെ ബസ്സിൽ ഇരുന്നിട്ടില്ല വീഡിയോ പുറത്തൊന്നും അങ്ങനെ എടുക്കുമ്പോൾ എല്ലാവരും അങ്ങനെ അവിടുന്ന് പോന്നു. ഇനി അവിടുന്ന് കയറി കഴിഞ്ഞാൽ ചുറ്റിപ്പുറം കാണാൻ. ഇപ്പോൾ കുറച്ച് നേരം എൻ്റെ കൈ തട്ടി വീഡിയോ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അതാണ് അവിടുന്ന് കയറുന്ന റോഡ്. അപ്പോൾ ഇതാണ് കുറ്റിപ്പുറം പാലം. കുറ്റിപ്പുറം പാലം അറിയോ? ഒരു പ്രത്യേകതയുള്ള ഒരു പാലം, നല്ലൊരു വ്യൂ ആണ്. പണ്ടൊക്കെ ഇങ്ങനെ വരും ബസ്സിന് ഈ റാറാന്നുള്ളത് ഇങ്ങനെയാണ് 9-12 കാണുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടൊക്കെ റോഡൊക്കെ എഴുതി കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തോട്ട് പോകണമെന്ന് വലത് ഭാഗം പോകുന്ന റോഡ് പൂരയുടെ ഭാഗമാണ്. അപ്പോൾ ഞാനിതാ ബസ്സിൽ നിൽക്കുന്നുണ്ട്. ബാക്കിൽ വിത്താൻ കുറേ പേരുണ്ട്. അപ്പോൾ ഒന്ന് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മക്കളെ നമുക്ക് വരുമ്പോൾ പെരിന്തൽമണ്ണ വഴിയാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് പെരിന്തൽമണ്ണ സ്റ്റാൻഡ് കാണാം കേട്ടോ. ഈ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ നല്ല രസമാണ്. ഞാനിവിടെ ഇപ്പം അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാം. ഇപ്പോൾ സ്റ്റാൻഡുകളൊക്കെ ഇങ്ങനെ ആക്കിയല്ലേ. കോട്ടക്കൽ സ്റ്റാൻഡും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെയിലും മഴയൊന്നും കൊള്ളാതെ കച്ചവടങ്ങളൊക്കെ ചെയ്യുക സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ചായക്കടകളുണ്ട്, കടകളുണ്ട്, കുറേ കടകളുണ്ട്. ഡ്രസ്സ് കട വരെയുണ്ട്, ചെരുപ്പ് കട ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നേരാക്കിയതിൻ്റെ ആദ്യമായിട്ട് കാണാം കേട്ടോ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോൾ ഇവിടെ ഏതാണ്ടോ ഡ്രസ്സ് കട ഉണ്ട്. ഞാൻ ഉള്ളിൽ ഇവിടെയൊക്കെ നടന്ന് നോക്കി കുറച്ച് നേരം. പിന്നെ തിരിച്ച് വരുമ്പോൾ ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതാ കുറേ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പുകളൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കടകൾ കയറിയപ്പോൾ ഞാനിതൊന്നും കണ്ടില്ല. അങ്ങനത്തെ ചെരുപ്പുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഈ കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഷോ പോലത്തെ മോഡൽ ചെരുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളതും ഒക്കെ ഇവിടെ തൂക്കി വിൽക്കുകയാണ് അത്ര ഡ്രസ്സ്. 1 കിലോക്ക് 999 രൂപ. സംഭവം എന്താണെന്ന് കുമ്പിടിയിട്ട് അങ്ങനെ ചോദിച്ച് അറിയുന്നൊക്കെ ഉണ്ട്. എത്തങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഫോൺ എടുക്കണം എന്നാലേ തൂക്കിയുണ്ടല്ലോ. ഇത് പറയുന്നു ഇത് വരക്കട അത് വരാം. അവിടെ ഓരോന്ന് 2 ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റില്ല. 1 2 നേരെ മൊത്തത്തിൽ അപ്പോൾ അതിനകത്തും ഒരു ലേഡീസ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഡ്രസ്സ്. പക്ഷേ ഡ്രസ്സൊന്നും വലിയത് പോരാ. പഴയ ഡ്രസ്സ് ചേഞ്ച് ആക്കിയതുപോലെ ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ മഞ്ചേരിക്കുള്ള ബസ്സിന് കയറിപ്പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബസ്സുകളൊന്നുമില്ല. ബസ് വന്നിട്ട് വേണമെന്ന് പറഞ്ഞു. ഞാനവിടെ പോയി ചോദിച്ചു. അപ്പോൾ ബസ് വന്നിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ നാട്ടിൽ നിന്ന് ഇതിൻ്റെ ചായക്കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എൻ്റെ ചായക്കടയും വരുന്ന വഴിയും ഇവിടെ പ്രശസ്തിയുള്ള ഒരു അമ്പലമൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നമ്മളിങ്ങനെ മഞ്ചേരിക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുന്ന് ഞാൻ മഞ്ചേരിക്കാണ് കയറി. ഇവിടുന്ന് മഞ്ചേരിക്ക് നേരിട്ട് ബസ് കിട്ടും. അപ്പോൾ നാട്ടിൽ പോയ വിശേഷങ്ങളും നാട്ടിൽ നിന്ന് ഏത് ബസ്സിനെ കയറി ഏത് വഴിയാണ് വന്നത് എന്നൊക്കെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്.
അപ്പോൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡ് കാണാത്തവർക്കായിട്ടാണ് ഈ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇവിടെ പരിചയമില്ലാത്തവർക്ക് നമ്മൾ വരുന്ന വഴിയും നാട്ടുവഴിയും ഒക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ബസ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു.